ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു നന്ദിനി. 4 ഭാഷകളിലോളം ഒരേ സമയം നിറഞ്ഞു നിന്ന താരം. എന്നാൽ പെട്ടെന്നായിരുന്നു വെള്ളിത്തിരയിൽ നിന്നും നന്ദിനി അപ്രത്യക്ഷിതയായത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു നന്ദിനി അനുരാഗക്കരിക്കും വെള്ളം എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാത്ത നന്ദിനിയുടെ ശരീരഭാഷയും സൗന്ദര്യവും പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചിരുന്നു. എന്നാൽ സിനിമയിൽ ഇല്ലാതിരുന്ന സമയത്ത് തനിക്കൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് നന്ദിനി പറയുന്നു. ശാരീരിക അസ്വാരസ്യങ്ങൾ മൂലം ജീവിതം പോലും വെറുത്തുപോയ ദിനങ്ങൾ. അന്ന് തന്റെ ശരീരഭാരം 105 കിലോ വരെയായിരുന്നുവെന്നും നന്ദിനി പറഞ്ഞു. നന്ദിനിയുടെ ഭക്ഷണക്രമമായിരുന്നു അതിന് കാരണമായത്. സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ആരോഗ്യം വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല. എണ്ണയിൽ വറുത്തതും മധുരപലഹാരങ്ങളും ഒരുപാട് കഴിക്കാൻ തുടങ്ങി. യാത്രയിൽ വിശപ്പറിയാതിരിക്കാൻ ഗ്ലൂക്കോസ് കഴിച്ചു. ആദ്യം 1-2 പാക്കറ്റ്, പിന്നെ പതിയെ അതിന്റെ എണ്ണം കൂടി. വിശക്കുമ്പോൾ ഭക്ഷണത്തിന് പകരം ഗ്ലൂക്കോസായി. ഇത് ശരീരത്തെ ബാധിച്ചു. ഹോർമോണിൽ വ്യത്യാസമുണ്ടായി. തടി കൂടാൻ തുടങ്ങി. എല്ലാം തന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയി. ഇത് തന്നെ ഡിപ്രഷനിലാക്കിയെന്നും നന്ദിനി പറയുന്നു. പിന്നെ സിനിമയിൽ നിന്നും മാറി നിന്നു. 1.5 വർഷം താൻ ഒറ്റയ്ക്കായിരുന്നു. സിനിമ പോലും കാണില്ലായിരുന്നു. ടിവിയിൽ തൻ്റെ സിനിമ വന്നാൽ TV പോലും ഓഫ് ചെയ്യുമായിരുന്നുവെന്നും നന്ദിനി പറഞ്ഞു. ഏറെ പണിപ്പെട്ടാണ് താൻ അതിൽ നിന്നെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ താൻ വീണ്ടും ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നന്ദിനി പറഞ്ഞു. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.